കോഴിക്കോട് നിന്ന് എം.എസ്. അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അവിടെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗിന്റെ മഹാറാലി ഇന്ന് നടക്കുകയാണ്. വൈകിട്ട് 3-ന് കോഴിക്കോടാണ് റാലി നടക്കുന്നത്. അനീഷ്, ഈ നിയമ പോരാട്ടം നടത്തുന്നതിനൊപ്പം തന്നെ ഈ പൊതുജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലൊരു പ്രക്ഷോഭം ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരായി നടത്തുക എന്ന ലക്ഷ്യത്തോടെയല്ലേ മുസ്ലിം ലീഗിന്റെ റാലി ഇന്ന് നടക്കുന്നത്? വലിയ ജനപങ്കാളിത്തം അടക്കം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും വലിയ ജനപങ്കാളിത്തമാണ് മുസ്ലിം ലീഗ് കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രാദേശിക തലങ്ങളിൽ പോലും വലിയ റാലികളും വാഹന പര്യടനവും ഒക്കെ നടത്തി അവിടെ നിന്നൊക്കെ ആളുകളെ ഈ വഖഫ് നിയമത്തെക്കുറിച്ച് പരമാവധി ബോധവാന്മാരാക്കിയ ശേഷം അത് ഏത് തരത്തിലാണ് മുസ്ലിം വിഭാഗത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നത് എന്ന രീതിയിലേക്കുള്ള വലിയ പ്രചാരണം മുസ്ലിം ലീഗ് നടത്തിയിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് വലിയ റാലി സംഘടിപ്പിക്കുന്നത്. എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കും. ഒരുപക്ഷെ രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ അണിനിര എന്നുള്ള ഏറ്റവും സമാധാനപരമായ വഖഫ് പ്രതിഷേധ പരിപാടി കോഴിക്കോട്ടേതായിരിക്കും എന്നാണ് ലീഗ് പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായി നിൽക്കുന്നുവെന്നാണ് നേതാക്കൾ പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വരെ, അതായത് ഈ വഖഫ് ബില്ല് പാസ്സായ ദിവസം മുതൽ തന്നെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ വഖഫ് നിയമം പാസ്സായതുകൊണ്ട് മാത്രം ഈ മുനമ്പത്തടക്കമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ വരാൻ കഴിയുന്നില്ല. അവർക്ക് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പെട്ടെന്നൊരു മാറ്റം ഈ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ മുൻപ് സമരക്കാരും BJP നേതാക്കളും ഒക്കെ പറയുന്നത് ഈ വഖഫ് നിയമത്തിലൂടെ മുൻപുകാരുടെ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെടുന്നു എന്നാണ്. പക്ഷേ ഇപ്പോഴും കോർട്ടിൽ തന്നെയാണ് പന്തുള്ളത്. കോടതിക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക. വഖഫ് ട്രൈബ്യൂണലിൽ കേസ് നടക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ കേസിന്റെ നടപടികളിൽ പൂർണ്ണ സമയം ഇരുന്ന് ആ വാദം കേൾക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. ഒപ്പം 21 മുതൽ ഈ വാദം വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട്. ആ വാദങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും രേഖകളൊക്കെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും കൈമാറിയ ശേഷം അത് പരിശോധിച്ച് മാത്രമാവും ട്രൈബ്യൂണലിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. അതിലും ഈ ചില സ്റ്റേ പോലുള്ള നടപടികളുണ്ട്. അതുകൊണ്ട് വാദം പൂർത്തിയാക്കിയാലും വിധി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇനി അനുകൂലമായോ പ്രതികൂലമായോ വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും ഒരു വിധി എത്തിയാൽ പോലും അതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുക, ഹൈക്കോടതിയിൽ വീണ്ടും ഒരു സിവിൽ വ്യവഹാരം എന്ന രീതിയിൽ വാദം നടക്കുക, പ്രതിവാദം നടക്കുക, ഇതിനൊടുവിൽ വിധി പറയുക. ഇതിനൊക്കെ ശേഷം മാത്രമാവും മുൻപത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും മുസ്ലിം ലീഗ് അടക്കം ഇക്കാര്യമാണ് നേരത്തെ മുതൽ പറഞ്ഞിരുന്നത്. അക്കാര്യങ്ങൾക്ക് കേന്ദ്രമന്ത്രി ഇന്നലെ ഒന്ന് അടിവരയിട്ട് ഒരു കാര്യങ്ങൾ ഉറപ്പിക്കുക കൂടി ചെയ്തതോടുകൂടി ഈ സമരക്കാർക്ക് പുതിയ ആവേശം ലഭിച്ചിട്ടുണ്ട് കൃത്യമായും. കാരണം ലീഗിന്റെ നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ ഇന്നലെ തന്നെ ഇക്കാര്യം പറഞ്ഞ് രംഗത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഈ ലീഗ് റാലിയുടെ പ്രസക്തി വർദ്ധിക്കുന്നു എന്ന് ലീഗ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ലീഗിന്റെ മുഴുവൻ നേതാക്കളും ഇന്നത്തെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വശത്ത് നിയമ പോരാട്ടം സുപ്രീം കോടതിയിലടക്കം സജീവമാക്കി മുസ്ലിം ലീഗ് നിർത്തുന്നുണ്ട്. മറുവശത്താണ് ജനങ്ങളെ അണിനിരത്തി ഈ നിയമത്തിനെതിരെ പോരാടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വൈകുന്നേരം 3 മണിക്കാണ് ഈ റാലി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആണ് ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം പഞ്ചാബിലെ PCC പ്രസിഡന്റും ലോക്സഭാംഗവുമായ അമരീത് സിംഗ് രാജ വാറിംഗ് ആയിരിക്കും മുഖ്യാതിഥി. അദ്ദേഹം വഖഫ് ബില്ലിനെതിരെ ലോക്സഭയിൽ പാർലമെന്റിൽ നടന്ന ഈ ചർച്ചയിൽ വലിയ തോതിൽ ശക്തമായി ഇതിനെതിരെ വാദിച്ച ഒരു ആൾ കൂടിയാണ്. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു അമരീത് സിംഗ്. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് KM ഖാദർ മൊയ്തീൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി എന്നിവരും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ റാലിയുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ സന്നാഹങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങൾ എന്നിവയൊക്കെ കോഴിക്കോട് നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ ഇങ്ങനെ തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇന്നത്തെ ഈ മഹാറാലിയിൽ അണിനിരക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ ഭാഷ തന്നെ കടമെടുത്താൽ ഇന്ത്യയിൽ ഇതുവരെ ഈ വഖഫ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും വലിയ റാലിക്കാണ് കോഴിക്കോട് നഗരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ആര്യ, അതാണ് എം.എസ്. അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വഖഫ് ഭേദഗതി വിരുദ്ധ സംഗമമാക്കി മാറ്റാൻ, പ്രതിഷേധമാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് നടക്കുന്ന ഈ റാലി മാറ്റാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്.